നാളെ നടക്കുന്ന സ്വകാര്യ ബസ് സമരം വേണമോ? എന്നാൽ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പറയുന്നു, ബസ് സമരം വേണ്ട. എൻ്റെ ബസ്സുകളെല്ലാം നാളെ സർവീസ് നടത്തുന്നതുമാണ്. ഈ സമരത്തിൻ്റെ ആവശ്യകത ഉണ്ടോ? ഇത് പരിഹരിക്കാൻ നമ്മുടെ മുമ്പിൽ ഒട്ടേറെ മാർഗങ്ങളുണ്ട്, സർക്കാരിനുണ്ട്. കേരളത്തിലെ സ്വകാര്യ ബസ് സംഘടനകളോടും സംഘടനാ നേതാക്കളോടും എല്ലാ ബസ് ഉടമകളോടും പറയുന്നത്, നിങ്ങൾക്കുള്ള അതേ പ്രശ്നങ്ങളിവിടെ എനിക്കുണ്ട്. ഈ വിദ്യാർത്ഥികളെ നമുക്ക് സൗജന്യമായി നമ്മുടെ ബസ്സുകളിൽ കൊണ്ടുപോകാൻ സാധിക്കും. നമസ്കാരം. നാളെ ജൂലൈ 8 കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾ സൂചനാ മിന്നൽ പണിമുടക്ക് നടത്തുന്നു. എന്തിനാണ് ഇവർ സൂചനാ മിന്നൽ പണിമുടക്ക് നടത്തുന്നത്? ഈ സമരം നമുക്ക് ആവശ്യമാണോ? എന്നാൽ ഞാൻ പറയും, ഈ സമരം ആവശ്യമില്ല. നാളത്തെ സമരത്തിൽ വരുന്ന പ്രധാന 3 കാരണങ്ങൾ: 1, തൊഴിലാളികളുടെ PCC ക്ലിയറൻസ്; 2, വിദ്യാർത്ഥികളുടെ ST കൺസെഷൻ വർദ്ധിപ്പിക്കുക; 3-ാമത്തെ കാര്യം 140-ന് മുകളിലോട്ടുള്ള പെർമിറ്റുകൾ പുതുക്കി നൽകുക എന്നതാണ് കേരളത്തിലെ ബസ് സംഘടനകൾ ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ. എന്നാൽ ഞാൻ എൻ്റേതായിട്ടുള്ള നിലയിൽ പറയുകയാണ്, ഈ സൂചനാ സമരം നമുക്ക് ആവശ്യമില്ല. ഈ സമരം നടത്താൻ പാടില്ല. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, ഞാനും ഒരു ബസ് ഓപ്പറേറ്ററാണ്. നിങ്ങളെല്ലാവരും അനുഭവിക്കുന്നത് ഞാനും അനുഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. STയുടെ വിഷയം എനിക്കും എൻ്റെ സർവീസിനെയും STയുടെ വിഷയങ്ങൾ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ അവസാനമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ ചെല്ലാൻ്റെ കേസിലൊക്കെ എനിക്ക് ഒതുക്കിയിട്ടിരുന്ന വാഹനത്തിന് ആറ്റിങ്ങൽ RTO മഹേഷിൻ്റെ നേതൃത്വത്തിൽ വന്ന് ഫൈൻ അടിച്ചിട്ട് പോയതൊക്കെയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. സംഘടനകൾ ഉന്നയിച്ചിരിക്കുന്ന ഈ 3 കാര്യങ്ങളാണ്. അതിൽ വിദ്യാർത്ഥികളുടെ ST എന്ന് പറയുന്നത് ഇനിയും കൂട്ടിയാൽ അത് വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഒക്കെ ഒരു ബാധ്യതയാണ്. നമ്മുടെ സ്വകാര്യ ബസ് എന്ന് പറയുന്നത് സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെ ഒരു യാത്രാ മാർഗമാണ്. അത്യാവശ്യം മിഡിൽ ക്ലാസ്സും കൂലിപ്പണിക്കാർ വരെ ഇന്ന് സർക്കാർ ഇതര പ്രൈവറ്റ് സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ ഭീമമായ തുക ബസ് ചാർജ് കൊടുത്തു വിടുമ്പോൾ നമ്മുടെ ബസ്സുകളിൽ വരുന്ന വിദ്യാർത്ഥികളുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുക. ഞാനും എല്ലാവരെയും പോലെ ഈ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരാളാണ്. നമുക്കതിലേക്ക് അവസാനമായി വരാം. ഇനി എനിക്ക് പറയാനുള്ളത് PCC ക്ലിയറൻസ്. PCC സർട്ടിഫിക്കറ്റ് കേരളത്തിലെ സ്വകാര്യ ബസ് മേഖലയിൽ നടപ്പാക്കുന്നതിനോട് 100% യോജിപ്പ് എനിക്കുണ്ട്. പക്ഷേ സ്വകാര്യ ബസ്സിലൊന്നല്ല, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും, മന്ത്രിതലങ്ങൾ തൊട്ട് തുടങ്ങി എല്ലാ ഓഫീസുകളിലും എല്ലാ സ്ഥാപനങ്ങളിലും PCC ക്ലിയറൻസ് കൃത്യമായി വെക്കുക. അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയതിന് ശേഷം മാത്രം സ്വകാര്യ ബസ്സുകളിലും സ്വകാര്യ ബസ് സ്റ്റാഫുകളിലേക്കും അത് അടിച്ചേൽപ്പിക്കുക. അല്ലാതെ സ്വകാര്യ ബസ് തൊഴിലാളികൾക്ക് മാത്രം PCC എന്നൊരു നിയമത്തിനോട് 100% എനിക്ക് യോജിക്കാൻ സാധ്യമല്ല. ഇനി 140-മായിട്ടുള്ള ബന്ധപ്പെട്ട കേസ് കോടതിയിൽ ഉള്ളതാണ്. ഇനി പ്രധാനമായും നമ്മൾ പറയുന്നത് STയുടെ കാര്യമാണ്. ST എന്നുള്ളത് ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മിറ്റി ഇതിനെക്കുറിച്ച് പഠനം നടത്തുകയും കഴിഞ്ഞ 6-7 വർഷങ്ങൾക്ക് മുമ്പ് ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മിറ്റി STയെക്കുറിച്ച് പഠനം നടത്തുകയും ST വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം കഴിഞ്ഞു എന്നും 100% നിലവിലെ STയുടെ നിരക്ക് എത്രയാണോ അതിൻ്റെ 100% ST വർദ്ധിപ്പിക്കണമെന്ന് രാമചന്ദ്രൻ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചതുമാകുന്നു. ഇനി ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സർക്കാർ വിചാരിച്ചാൽ ST വർധനവിൻ്റെ ആവശ്യമില്ല. നമ്മുടെ വിദ്യാർത്ഥികളെ നമ്മുടെ ബസ്സുകളിൽ സൗജന്യമായി കൊണ്ടുപോകണമെങ്കിൽ സർക്കാർ എങ്ങനെ വിചാരിക്കണം? നമുക്കുള്ള ഡീസൽ സബ്സിഡി, ഇപ്പം നമ്മൾ 1 ലിറ്റർ ഡീസൽ അടിക്കുന്ന സമയത്ത് നമ്മൾ 100 രൂപയാണ് ഒരു ഡീസലിൻ്റെ വിലയെങ്കിൽ 49 രൂപ കേരള സംസ്ഥാനം നികുതിയായി വാങ്ങുന്നുണ്ട്. ആ നികുതിയിൽ ഡീസൽ സബ്സിഡിയിൽ ഇളവ് നൽകുക. അതുപോലെ തന്നെ നമ്മൾ 3 മാസം കൂടുന്തോറും നമ്മൾ ഭീമമായ തുകയാണ് സർക്കാരിലേക്ക് സ്റ്റേജ് ഗാരേജ് ടാക്സായിട്ട് അടയ്ക്കുന്നത്. ഈ ടാക്സ് നമുക്ക് ഒഴിവാക്കി തന്നാൽ 100% നമുക്ക് ഈ വിദ്യാർത്ഥികളെ, നാളത്തെ തലമുറയെ നമുക്ക് സൗജന്യമായി നമ്മുടെ ബസ്സുകളിൽ കൊണ്ടുപോകാൻ സാധിക്കും. ഇതിനെല്ലാം ഒറ്റ പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ സർക്കാർ സംവിധാനമാണ്. സർക്കാർ വിചാരിച്ചാൽ സ്വകാര്യ ബസ്സിൻ്റെ ടാക്സും ഡീസൽ സബ്സിഡിയും തന്നാൽ വിദ്യാർത്ഥികളെ മാത്രമല്ല, നിലവിലുള്ള 10 രൂപ മിനിമം ചാർജിന് നമുക്ക്
8 രൂപയിലേക്ക് താഴ്ത്താൻ പറ്റും. താഴ്ത്തി നമ്മുടെ ബസ്സുകളിലേക്ക് യാത്രക്കാർ ആകർഷിക്കാൻ പറ്റും. എന്തുകൊണ്ട് 10 കൊല്ലം മുൻപ് 32,000 സ്വകാര്യ ബസ് ഉണ്ടായിരുന്ന ഈ കേരളത്തിൽ ഇന്ന് 8,200 ബസ്സിൽ താഴെയുള്ളൂ. അതുകൊണ്ട് സർക്കാരിനാണ് നഷ്ടം. 32,000 ബസ്സിൽ നിന്നും കിട്ടിയ നികുതിയും ഡീസൽ സബ്സിഡി അതുപോലെ തന്നെ ഇതര നികുതികളെല്ലാം കൂടെ ചേർത്ത് സർക്കാരിന് ഭീമമായ തുകയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ബസ്സുകളുടെ എണ്ണം കുറയുമ്പോൾ സർക്കാരിൻ്റെ നികുതിയും മറ്റ് നികുതി ഇതര വരുമാനങ്ങളും കുറയും. അതുകൊണ്ട് സർക്കാർ ഇതിനെക്കുറിച്ച് പഠിക്കുക, പഠിച്ചതിന് ശേഷം ഒരു തീരുമാനമെടുക്കുക. സർക്കാർ വിചാരിച്ചാൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി സ്വകാര്യ ബസ്സുകളിൽ യാത്ര ചെയ്യാൻ സാധിക്കും. എപ്പോഴും സ്വകാര്യ ബസ്സുകൾക്ക് വിദ്യാർത്ഥികൾക്കിടയിലും അവരുടെ രക്ഷിതാക്കൾക്കിടയിലും നാട്ടുകാരുടെ ഇടയിലും ഒരു എപ്പോഴും സമരം ചെയ്യുക, അങ്ങനെ ഒരു സമരത്തിന് വേണ്ടി ചാർജ് വർദ്ധിപ്പിക്കുക, അങ്ങനെ ഒരു കണ്ണിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം നമുക്ക് മാറ്റാൻ പറ്റും. നിങ്ങൾ ബസ് സംഘടനാ പ്രതിനിധികൾ ഇത് മനസ്സിലാക്കുക. ദയവായി ഞാൻ ഈ പറയുന്നത് സംഘടനാ പ്രതിനിധികൾ മനസ്സിലാക്കുക. നമ്മുടെ മുഖ്യമന്ത്രി, ഗതാഗത വകുപ്പ് മന്ത്രി എല്ലാവരും ഈ കാര്യം മനസ്സിലാക്കി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യുക. നമ്മുടെ ജനകീയ സർക്കാർ വിചാരിച്ചാൽ നമുക്ക് 100% ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. കേരളത്തിലെ സ്വകാര്യ ബസ് സംഘടനകളോടും സംഘടനാ നേതാക്കളോടും എല്ലാ ബസ് ഉടമകളോടും പറയുന്നത്, നിങ്ങൾക്കുള്ള അതേ പ്രശ്നങ്ങളിവിടെ എനിക്കുണ്ട്, ഞാൻ അനുഭവിക്കുന്നുണ്ട്, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ നമ്മൾ അർത്ഥമില്ലാത്തൊരു സമരം ചെയ്തിട്ട് നമ്മൾ സർക്കാരിൻ്റെ മുമ്പിലും വിദ്യാർത്ഥികളുടെ മുമ്പിലും നാട്ടുകാരുടെ മുമ്പിലും യാത്രക്കാരുടെ മുമ്പിലും ഒരു പരിഹാസ കഥാപാത്രവും ഒരു വില്ലൻ കഥാപാത്രവും എന്തിനാകുന്നു? നമ്മുടെ സർക്കാരിൻ്റെ മുമ്പിൽ ഇതിന് കൃത്യമായി പരിഹാരമുണ്ട്. നമ്മൾ സർക്കാരിനെ സമീപിക്കുക. ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ സർക്കാരിൻ്റെ മുമ്പിൽ അടിവരയിട്ട് ഞാൻ